അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. 15ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. ഇന്ന് തറവാട്ടിൽ നോമ്പ് തുറയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ തറവാട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ആദ്യം ചുട്ടെടുക്കുന്നത് പത്തിരിയാണ്. പത്തിരിയൊക്കെ താത്ത പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്നാക്കായിട്ട് തയ്യാറാക്കുന്നത് സമൂസയും അതുപോലെ പഴംപൊരിയാണ് കേട്ടോ. അപ്പോൾ സമൂസയിലേക്കുള്ള മസാലയാണത്. പത്തിരിക്ക് വറുത്തരച്ച ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ കറി ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വറുത്തരച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഈ പാത്രത്തിലേക്ക് അത് മാറ്റുകയാണ് കേട്ടോ. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ വറുത്തരച്ച തേങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ തേങ്ങ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുള്ളിയതിന് ശേഷം മാറ്റി വെക്കുകയാണ്. ഇനി നമ്മൾ ജ്യൂസ് അടിക്കുന്നത് ക്യാരറ്റാണ് കേട്ടോ. ക്യാരറ്റൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്, അത് ജ്യൂസ് അടിക്കുകയാണ്. അടിച്ചത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് പാല് ചേർത്തിട്ടാണ് ഇത് അടിച്ചെടുക്കുന്നത്. മൊത്തത്തിൽ നമ്മൾ റെഡിയാക്കിയിട്ടില്ല, താൽക്കാലികമായിട്ട് റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ അത്. അതേസമയം സമൂസ റെഡിയാക്കുന്നുണ്ട്. സമൂസക്ക് ചുറ്റി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പഴംപൊരിയിലേക്കുള്ള പഴം കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് ചിരിച്ചാണ് കേട്ടോ പഴം കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പൊരിച്ചെടുത്തിട്ടുള്ളത് പഴംപൊരിയാണ് കേട്ടോ. മാവ് എണ്ണയിലേക്ക് ഇടുന്നത് താത്തയും ചുട്ടെടുക്കുന്നത് കുഞ്ഞാമ്മയും ആണ് കേട്ടോ. അപ്പം ഏകദേശം പഴംപൊരി ചുട്ട് കയ്യാറായിട്ടുണ്ട്. അപ്പോൾ അവർ സ്നാക്ക് തയ്യാറാക്കിയ സമയത്ത് ഞാൻ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മുന്തിരികളാണ് ഒരു പാത്രത്തിലിട്ട് വെക്കുന്നത്. ഇതേ സമയം അവർ സമൂസയും ഒക്കെ റെഡിയാക്കുന്നുണ്ട്. പിന്നെ ചിക്കനും പൊരിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ജ്യൂസ് ശരിക്കൊന്ന് റെഡിയാക്കുകയാണ്. ഒരു വലിയ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് പാലൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. കുറച്ച് പാൽ അടിച്ചപ്പോൾ ചേർത്തതായിരുന്നു, പിന്നെ കുറച്ചും കൂടെ ചേർത്ത് ഒന്ന് സെറ്റാക്കാനുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ജ്യൂസും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നാരങ്ങാ വെള്ളവും കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ.
അത് രണ്ടും സെറ്റായി കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് കഴുകി എടുക്കുന്നുണ്ട്. പൈനാപ്പിൾ നേരത്തെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ മാങ്ങയും ആപ്പിളും പുറത്തുകാലും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വത്തക്കയാണ് കേട്ടോ കട്ട് ചെയ്ത് വെക്കാനുള്ളത്. അപ്പോൾ നമ്മളത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത ശേഷം ഓരോ പാത്രത്തിലും ഫ്രൂട്ട്സ് ഡിസൈൻ ചെയ്ത് വെക്കാണ് കേട്ടോ. ഫ്രൂട്ട്സും സ്നാക്സുകളൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചു കേട്ടോ. പിന്നെ പഴംപൊരിക്കും സമൂസക്കും പുറമെ കൊക്കവടയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കാക്കു മേടിച്ചു കൊണ്ടുവന്നതായിരുന്നു. അപ്പം എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വെള്ളം ഒന്ന് അരിച്ചിട്ട് നമുക്ക് ജഗ്ഗിലേക്ക് പാർന്ന് വെക്കാം. വെള്ളവും ജ്യൂസും ഒക്കെ ജഗ്ഗിലേക്ക് ഒഴിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം ബാങ്ക് കൊടുക്കാനൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി എല്ലാം സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ. ജ്യൂസൊക്കെ ഒഴിച്ച് വെക്കുന്നുണ്ട്. നോമ്പുതുറയ്ക്ക് ശേഷം കഴിക്കാനുള്ള ഫുഡ് ബീഫ് ബിരിയാണിയാണ് കേട്ടോ. ബീഫ് ബിരിയാണിയും ബീഫ് വരട്ടിയതും അതുപോലെ ചിക്കൻ പൊരിച്ചതുമാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അതൊക്കെ സെറ്റാക്കുകയാണ്. ബീഫ് പിന്നെ കനലുമ്മ തന്നെ വെച്ചൊക്കെയായിരുന്നു കേട്ടോ. അടുപ്പത്ത് തന്നെ വെച്ചൊക്കെയായിരുന്നു. എന്നാലും ചൂടോട് കൂടിയിട്ട് വിളമ്പാലോ. അപ്പോൾ നല്ല വരട്ടിയ ബീഫ് പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇന്ന് എല്ലാവരും കൂടിയിട്ടുള്ള ഒരു നോമ്പുതുറയായിരുന്നു കേട്ടോ. ഇന്നത്തെ നോമ്പുതുറയുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ.
ഇനി അടുത്ത വീഡിയോയുമായിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും വരാം. താങ്ക്